മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോകത്തിന് ചില നല്ല വാർത്തകൾ ലഭിക്കും. പശ്ചിമേഷ്യൻ സംഘർഷമാകട്ടെ പുതിയ വഴിത്തിരിവിലേക്ക്. ഇറാൻ യുദ്ധത്തിൽ ഡൽഹിയിൽ വഴിത്തിരിവുണ്ടാകുമെന്നും മാർക്കോ റുബിയോ. ഇതാകട്ടെ ലോകത്തിന്റെ എല്ലാ കണ്ണും ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. യുദ്ധത്തിന് അവസാനം കാണാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതാണ് ഇപ്പോൾ റുബിയോ വ്യക്തമാക്കുന്നതും. സന്ദർശന പിന്നാലെ തന്നെ അതിന്റെ ഉദ്ദേശം ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ കുറയ്ക്കുന്ന തരത്തിലുള്ള പുരോഗതി ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളടക്കം വിലയിരുത്തുന്നത്. ഇറാനിയൻ ആണവായുധത്തെ ലോകരാജ്യങ്ങൾ ഇനി ഭയപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കാൻ തുടരുന്ന നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്നും റുബിയോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് റുബിയോ ഈ നിർണായക സൂചന നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ ഹോർമോസ് കടലിടുക്ക് സാഹചര്യം, ഇറാന്റെ ആണവ പദ്ധതി, പശ്ചിമേഷ്യൻ സുരക്ഷാ വിഷയങ്ങൾ എന്നിവ പ്രധാനമായും ഉൾപ്പെട്ടതായി തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സംയുക്ത പത്രസമ്മേളനത്തിൽ ഇന്ത്യയും അമേരിക്കയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളികളിൽ ഒന്നായി തന്നെ അദ്ദേഹം ഇന്ത്യയെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം പതിവ് നയതന്ത്ര സഹകരണത്തിനപ്പുറം സുരക്ഷ, വ്യാപാരം, സാങ്കേതിക വിദ്യ, ആഗോള സ്ഥിരത തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ ഇറാൻ US വിഷയത്തിൽ വലിയ രീതിയിൽ ഇന്ത്യയുടെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചന റുബിയോ നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള നയതന്ത്ര നീക്കങ്ങൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി തന്നെ തുടരുന്ന രഹസ്യ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ റുബിയോയും പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണം, ഉപരോധങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ, മേഖലയിലെ സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക ധാരണകൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹമടക്കം ഒന്നടങ്കം ഇരിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളും യോജിച്ച തന്ത്രപരമായ താല്പര്യങ്ങളും അതിൽ അധിഷ്ഠിതമാണ് ഈ പങ്കാളിത്തം എന്നതാണ് റുബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ, US തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾ വോട്ടർമാർക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ അവരുടെ പ്രവർത്തികളെ നിരന്തരം അവിടെ വിവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളും സ്വതന്ത്ര മാധ്യമങ്ങളും പൊതു നിരീക്ഷണവുമുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ തീരുമാനവും ആത്യന്തികമായി തന്നെ നമ്മെ തിരഞ്ഞെടുത്ത ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഈ പൊതുവായ ജനാധിപത്യ ഘടനാ സ്വഭാവവുമായും ഇന്ത്യയും അമേരിക്കയും പല ആഗോള വിഷയങ്ങളിൽ കൂടുതൽ അടുപ്പിക്കുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇറാനിൽ അന്താരാഷ്ട്ര ശ്രദ്ധയും മേഖലയിലെ പിരിമുറുക്കങ്ങളും, പ്രത്യേകിച്ച് കടലിടുക്കിന് ചുറ്റുമുള്ള പിരിമുറുക്കങ്ങളെല്ലാം തന്നെ ടെഹ്റാന്റെ ആണവ അഭിലാഷങ്ങളെ കുറിച്ചുള്ള ആശങ്കയും വർദ്ധിച്ചു വരുന്ന സമയത്താണ് റുബിയോയുടെ ഇത്തരമൊരു അഭിപ്രായം ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല വഴിത്തിരിവിന്റെ പ്രത്യേക വിശദാംശങ്ങൾ US സ്റ്റേറ്റ് സെക്രട്ടറി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരും മണിക്കൂറിൽ ഒരു പ്രധാന നയതന്ത്ര സംഭവ വികാസത്തിന്റെ പ്രതീക്ഷയായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സമൂഹം ഒന്നടങ്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.